ജസ്റ്റ് ഒന്ന് ബ്രെയിൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇത് കൂട്ടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് ബ്രെയിൻ വീണ്ടും ഇടാം. ഒന്ന് കൂട്ടി ചേർക്കാണ്. മസാലപ്പൊടി ഇട്ടു, അതായത് മുളക് പൊടി ഇട്ടു, അടുത്ത് മല്ലിപ്പൊടി, അടുത്ത് പെരിഞ്ചീരപ്പൊടി എടുത്തിട്ടു. നമ്മൾ ഇത്തിരി പെരിഞ്ചീരപ്പൊടി ഇട്ടു. ഇനി അടുത്ത് ഗരം മസാല ഇതാ വരുന്നു. കുറച്ച് ഗരം മസാല ഇടുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അതിനകത്തോട്ട് നമ്മൾ ലേശം വെള്ളം കൂടി ഒഴിച്ചു. ബ്രെയിൻ ഇടാൻ പോവുകയാണ്. ബ്രെയിൻ ചെറുതായിട്ടൊന്ന് വെന്തതാണ്. ഇനി ഒന്നുകൂടെ ചെറുതായിട്ട് ഒന്നുകൂടെ വേണം. അത് പെട്ടെന്ന് പൊടിഞ്ഞു. നമ്മൾ കൂട്ടിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിക്കാൻ പോവാണ്. പച്ചവെള്ളം ഒഴിക്കുക. ഒന്ന് ഇളക്കണം അല്ലേ? ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഞാൻ ഓഫ് ചെയ്യാം. ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിവർ ബ്രെയിൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാൻ പോവാണ്. കഴിക്കണ്ടേ? പിന്നെ കഴിക്കണം. ഓക്കെ, കഴിക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. ഓഫ് ചെയ്തു. പോയി കഴിക്കാം. അപ്പോൾ നമ്മുടെ ലിവർ ബ്രെയിൻ റോസ്റ്റും മട്ടൺ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അങ്ങോട്ട് പോയി നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ കടയിൽ ഇലയിലാണല്ലേ ഒക്കെ തോന്നിരുന്ന് കഴിക്കാൻ പോകണം. അപ്പോൾ ഇലയിൽ പണ്ടേ തൊട്ട് തന്നെ ഇലയിലാണ് കിട്ടുന്നത്. അവൈലബിൾ ആണോ അപ്പോൾ ഇലയൊക്കെ? ആണല്ലേ? അപ്പോൾ നമ്മുടെ മെയിൻ സ്ഥലത്തെ ആസ്ഥാന കുക്കും ഇതിൻ്റെ പ്രൊഡ്യൂസറും പ്രൊപ്പറേറ്ററും എല്ലാം കൂടെ ഉള്ള രണ്ടുപേരാണ് ഈ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇല ഇട്ടു. എന്താണ് മെയിനായിട്ട് നമ്മുടെ ഈ റോസ്റ്റിൻ്റെ ഒപ്പം കൊടുക്കുന്നത്? ഇടിയപ്പമുണ്ട്, ദോശയുണ്ട്, അപ്പോൾ ഇടിയപ്പം ഇടിയപ്പവും റോസ്റ്റും. അതെ, ഒരു ഇടിയപ്പം, ഒരു പൊറോട്ട, ഒരു ദോശ. ചേട്ടാ പേര് ചേട്ടാ? പേര് വിജയൻ. എത്ര ആളാണ് ഇവിടെ? 10 വർഷമായിട്ടുണ്ട്. എക്സ്പീരിയൻസ് പേഴ്സൺസ് ആണ് കൂടുതലും. അപ്പോൾ നമ്മുടെ പേടാത്ത കട എന്ന് തന്നെയാണല്ലോ പേര്. ഇനി ഇടാൻ വല്ല പ്ലാനും? അറിയപ്പെടുന്നു. ഞങ്ങളുടെ ആഗ്രഹം. അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഞങ്ങളിവിടെ പോയി നമ്മൾ ലിവറും ബ്രെയിൻ റോസ്റ്റും ഒരു മട്ടൺ റോസ്റ്റും. നമ്മളെ ഊണിൻ്റെ സമയമാണ്, ഊണ് കൊടുക്കണേണ്. അപ്പൊ ഇനി പുതിയ ബ്രാഞ്ചസ് എന്താ തുടങ്ങാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അല്ല, ഇതുവരെ ഒരു പുതിയൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാത്തത്. അപ്പോ ഇനി തുടങ്ങുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ്. ഐഡിയ ഉണ്ട്. നല്ല സ്റ്റാഫുകളൊക്കെ കിട്ടുകയാണെങ്കിൽ വരുന്നുണ്ട്. ഇതേ വന്ന് ലിവർ അപ്പൊ ഞാൻ എവിടെ നിന്ന് എങ്ങനെ റോസ്റ്റിൽ നിന്ന് തുടങ്ങിയാണ്. അപ്പോൾ എടുത്തിട്ട് വന്നാണ്. ശേ, മുഴുവനായിട്ട് എടുക്കാന്ന് ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ ഇടിയപ്പവും നമ്മുടെ റോസ്റ്റും നമ്മുടെ ഗ്രേവിയിലെ നമ്മൾ മസാല കൂട്ടുന്നു. എല്ലാം ശരിക്കും അരിഞ്ഞ ആ ഒരു കട്ട മസാല നന്നായിട്ട് ടേസ്റ്റ് കിട്ടുന്നു. ആ മുളകൊക്കെ അങ്ങനെ ഇട്ടത് കാരണം ഒരു ചെറിയൊരു മുളകിന്റെ ടേസ്റ്റ് പെട്ടെന്ന് കിട്ടും. ഇറച്ചിയിലോട്ടൊക്കെ ആ ഇരുന്ന് പെട്ടെന്ന് വേവിക്കേണ്ട ടൈം എടുത്ത് വേവിച്ച കാരണം നന്നായിട്ട് ആ ഇറച്ചിയിലോട്ടെല്ലാം കയറിയിട്ടുണ്ട്. അത് പ്രശ്നമില്ല. കണ്ടില്ല അവിടെ നിന്ന് കട്ടിയത്. നമ്മുടെ ഇവിടെ തന്നെ കട്ടിയാൻ ആരുടെ വിശ്വസിച്ച് നിങ്ങൾ കഴിക്കാം. ഞാനും ആ ഒരു സംതൃപ്തിയിലേക്ക്. ഞാൻ ഇത് ഫ്രൈ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് ആദ്യമായിട്ടാണ് കഴിച്ചത്. കാരണം ആ ഒരു എന്താ പറയാ, ടൂ സോഫ്റ്റില് ഗ്രേവി അങ്ങ് കയറി. അപ്പൊ ആ ഒരു മിക്സാണ് കിട്ടുന്നത് നമുക്ക്. ശരി അല്ല, ഞാനിവിടുത്തെ മട്ടൻ വിശേഷം കഴിക്കാം.
അപ്പൊ ഇക്ക, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ കട ഇരിക്കുന്ന കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞു. കരമന ജംഗ്ഷൻ, കരമന ജംഗ്ഷൻ, സിഗ്നലിന് എതിർവശം, കരമന മാർക്കറ്റിന് എതിർവശം. കരമന മാർക്കറ്റിന് എതിർവശം. പേരില്ലാത്ത കട നീ ചോദിച്ചാലും മതി, ഇല്ലെങ്കിൽ നമ്മുടെ വചന സാഹിബിന്റെ കടയിൽ ചോദിച്ചാൽ സാഹിബിന്റെ കട എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു ആരും പറഞ്ഞുതരും. വേണേൽ ചൂണ്ടിക്കാണിച്ചാലും ഒരു പക്ഷെ ഇവിടെ കൊണ്ടാക്കി തരും, കൊണ്ടാക്കി. അതാണ് ഈ ഒരു ബന്ധം. ഭക്ഷണത്തിന്റെ ബന്ധം എന്ന് പറഞ്ഞ ഒരു വേറൊരു ബന്ധം. രീതിയിൽ ആഹാരം കൊടുക്കുന്ന ഒരു ബന്ധം. അതെ, ഇതിപ്പോ ഞാനിവിടെ വന്നാലും എനിക്ക് ഫ്രീ ആയിട്ട് വരും. അപ്പൊ എന്തായാലും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. നെല്ലിയെടുത്ത് തന്നേരും. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.